ചാവറയച്ചൻ എന്ന കർമ്മയോഗി മലയാളക്കരയിൽ ജനിച്ച് ആ മണ്ണിൽ ജീവിച്ച് മരിച്ച ഒരു പുണ്യാത്മാവിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഭാരതത്തിലെ സന്യാസി സഭകളായ CMI, CMC സഭകളിലെ സ്ഥാപകരിൽ ഒരാൾ. വലിയൊരു ദാർശനികനും സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനും സഭാസ്നേഹിയും എഴുത്തുകാരനും സർവോപരി തികഞ്ഞ ഒരു മനുഷ്യസ്നേഹി കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നമ്മുടെ ചാവറയച്ചൻ. കാലങ്ങൾക്കപ്പുറവും കേരളത്തിലും എന്തിന് ഭാരതത്തിന്റെ തന്നെ അഭിമാനമാണ്. ആ ധന്യാത്മാവിന്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുമ്പോൾ ആ പുണ്യാത്മാവിന്റെ മധ്യസ്ഥതയിൽ ക്രിസ്തുജ്യോതി സ്ഥാപനങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും ദൈവാനുഗ്രഹത്തിനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാലത്തെ അതിജീവിച്ച വിശുദ്ധാത്മാവ് ആരാണ് ചാവറയച്ചൻ? എന്താണ് ചാവറയച്ചൻ്റെ കാലിക പ്രസക്തി? 21-ാം നൂറ്റാണ്ടിൽ നാം എങ്ങനെയാണ് ചാവറയച്ചനെ മനസ്സിലാക്കേണ്ടത്? നിരൂപകനും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ശ്രീ ജോൺ പോളിന്റെ വാക്കുകളിലൂടെ. എന്താണ് ഈ മനുഷ്യൻ തൻ്റെ 66 വർഷം മാത്രം നീണ്ടു നിന്ന ജീവിതം കൊണ്ട് ഇവിടെ നിവർത്തിച്ച വിശുദ്ധിയെന്ന്? വിദ്യാഭ്യാസം എന്നത് ഒരു വരേണ്യവർഗത്തിന് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരുന്ന നാളുകളായിരുന്നു അത്. അവർണൻ വേദം വായിച്ചാൽ അവൻ്റെ കാതിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്ന സങ്കല്പിച്ചിട്ടില്ലാത്ത മനുസ്മൃതികൾ ആഘോഷപൂർവ്വം അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം. അവിടെ അവർണനും സവർണനും ഒരുമിച്ച് അടുത്തടുത്തിരുന്നു കൊണ്ട് പഠിക്കുവാൻ പാകത്തിന് 1846 അദ്ദേഹം മാന്നാനം കുന്നിലെ ആശ്രമ വളപ്പിൽ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ ഈ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് വിളനിലമായി. ഒരുപാട് പുതിയ തുടക്കങ്ങൾക്ക് കുറിച്ചുകൊണ്ട് ജീവിതകാലത്ത് അദ്ദേഹം നിവർത്തിച്ച വിശുദ്ധിയുടെ തുടർച്ചയിലാണ് നാം അദ്ദേഹത്തെ ആരാധിക്കേണ്ടതും നമസ്കരിക്കേണ്ടതും. ചാവറയച്ചൻ തുടക്കം കുറിച്ച ആ പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്നാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ നസ്രാണി ദീപിക പ്രവർത്തനം ആരംഭിക്കുന്നത്. നിരവധി വൈവിധ്യമാർന്ന സേവന ശുശ്രൂഷ മേഖലകളിൽ ആ മനുഷ്യൻ, ആ തേജസ്വി, ആ യോഗി തൻ്റെ ഹൃദയാർപ്പണം കൊണ്ട് ഒരുപാട് സുവിശേഷ വേലകൾ ഇവിടെ ചെയ്തു. അദ്ദേഹം ചെയ്ത എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ മേൽഗതിയിലേക്കുള്ള പടവുകൾ താണ്ടുന്നതിന് ആ സമൂഹത്തിൻ്റെ പുറകിൽ പിൻബലമായും പ്രചോദന സ്രോതസ്സായും ഒരു മനുഷ്യൻ നിസ്വാർത്ഥമായി നിലകൊണ്ടുവെങ്കിൽ ആ മനുഷ്യനെ നാം നമസ്കരിച്ചേ മതിയാവൂ. അഴീക്കോട് മാസ്റ്ററുടെ വളരെ പ്രസക്തമായ ഒരു വാചകം ഉദ്ധരിക്കട്ടെ. ഒരു വ്യക്തി 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൻ്റെ കർമ്മ വഴികളിലൂടെ 20-ാം നൂറ്റാണ്ടും തുടർന്ന് വരുന്ന 21-ാം നൂറ്റാണ്ടും അന്നേ സൃഷ്ടിക്കുവാൻ പുറപ്പെട്ടുവെങ്കിൽ ആ മനുഷ്യനെ നാം യുഗപുരുഷൻ എന്ന് വിളിച്ചേ മതിയാകും. യുഗപുരുഷനാണ് ചാവറയച്ചൻ. യുഗപുരുഷന് നാം പ്രണാമമർപ്പിക്കുക. പൗരോഹിത്യം മൺപാത്രത്തിലെ നിധി. 1805 ഫെബ്രുവരി 10 കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ കൈനഗിരിയിൽ ചാവറ കുടുംബത്തിൽ കുര്യാക്കോസ് ചാവറയുടെയും മറിയത്തിന്റെയും മകനായി ജനിച്ച കൊച്ചു കുര്യാക്കോസ് പ്രായത്തിലും ജ്ഞാനത്തിലും പക്വതയാർജിച്ച് വളർന്നു. നന്നേ ചെറുപ്പത്തിലെ അമ്മ വെച്ചൂർ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന് അടിമയർപ്പിച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കുമായി തന്നെ സമർപ്പിച്ചു. പാലക്കൽ തോമാ മൽപ്പാന്റെ കൈപിടിച്ച് സെമിനാരിയിലേക്ക് യാത്ര തിരിച്ച നാൾ മുതൽ കൊച്ചു കുര്യാക്കോസിനെ കാത്തിരുന്നത് പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും കാലമായിരുന്നു. മാതാപിതാക്കളും ഏക സഹോദരനും മരണമടഞ്ഞ് കുടുംബം അന്യം നിന്നു പോകുമെന്ന അവസ്ഥയിൽ പോലും സെമിനാരിയിൽ നിന്ന് തിരികെ വരുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കാരണം അതിനൊക്കെ എത്രയോ മുമ്പേ തന്നെ സ്വയം വിശുദ്ധീകരിക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ദിവ്യഗുരുവായ ഈശോയ്ക്ക് സ്വജീവിതം സമർപ്പിച്ചിരുന്നു. 1829 നവംബർ 3 പൗരോഹിത്യം സ്വീകരിച്ച നാൾ മുതൽ പ്രാർത്ഥനയിൽ അടിയുറച്ച ചാവറയച്ചന്റെ ജീവിതത്തിലൂടെ സഭയിലും സമൂഹത്തിലും പൂർത്തിയായത് നിരവധി പദ്ധതികളാണ്. സങ്കീർത്തനം പോലെ സന്യാസം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന ഈശോ മിശിഹായുടെ ആഹ്വാനത്തിനുള്ള പ്രത്യുത്തരമാണ് സന്യാസ സമർപ്പിത ജീവിതം. ആർഷഭാരത സംസ്കാരത്തിലെ സർവസംഘ പരിത്യാഗികളായ മുനിവര്യന്മാരുടെ ചുവട് പിടിച്ച് തൻ്റെ ഉണ്മയുടെ അന്തസ്സത്തായ പരമാത്മാവിൽ വിലയം പ്രാപിക്കാൻ വെമ്പൽ കൊണ്ട ചാവറയച്ചൻ ആത്മപരിത്യാഗത്തിലൂടെ സന്യാസത്തെ പുൽകി.
ഇന്നു മുതൽ എൻ്റെ ഇഷ്ടമൊക്കെയും ഞാൻ ഉപേക്ഷിച്ച് എന്നെ മുഴുവനായും നിന്നെ കൈയാളിക്കുന്നു. നിന്റെ തിരുമനസ്സല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ജീവിത ദർശനത്തിൽ നിലനിന്നു. സന്യാസ ഭവനത്തിന് ദർശന വീട് എന്ന പേര് നൽകി മാന്നാനം കുന്നിൽ സന്യാസ ആശ്രമം സ്ഥാപിക്കുമ്പോൾ തൻ്റെ കൂടപ്പിറപ്പുകളായ സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്കായി യത്നിക്കാനുള്ള പുണ്യാത്മാക്കളുടെ സുഹൃതമായിരിക്കണം ഈ കൊവേന്തകൾ എന്നാണ് ചാവറയച്ചൻ പറഞ്ഞത്. സ്വർഗീയ ജീവിതം ഈ മണ്ണിൽ 1831 മെയ് 11 ബഹുമാനപ്പെട്ട പോരൂക്കര പാലേക്കൽ അച്ഛന്മാരോട് ചേർന്ന് സീറോ മലബാർ സഭയിലെ ആദ്യത്തെ സന്യാസ സഭയായ CMI മാന്നാനത്ത് ആരംഭിച്ചു. ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപവിശാല അഥവാ അഗതി മന്ദിരങ്ങൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. 1866 കൂനമ്മാവിൽ ലെയോപോൾഡ് മിഷണറിയുമായി ചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടി CMC സന്യാസിനി സമൂഹം ആരംഭിച്ചു. ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ അനേകരെ പ്രേരിപ്പിക്കുവാൻ ചാവറയച്ചന് സാധിച്ചു. ഞായറാഴ്ച പ്രസംഗങ്ങളും അൽമായരുടെ ധ്യാനങ്ങളും ആരംഭിച്ചു. ക്രൂശിന്റെ വഴി, 40 മണി ആരാധന എന്നീ മാർഗങ്ങളും ആരംഭിക്കുന്നതിന് ചാവറയച്ചൻ നിമിത്തമായി. അക്ഷരസ്നേഹിയായ വിപ്ലവകാരി, കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ പള്ളിക്കൂടം സംസ്കൃത സ്കൂൾ ചാവറയച്ചനാണ് മാന്നാനത്ത് ആരംഭിച്ചത്. സവർണർക്കായുള്ള സ്കൂളുകളിൽ പിന്നോക്കക്കാർക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്ന കാലമായിരുന്നു അത്. അക്ഷരം പഠിക്കുന്നവരെയെല്ലാം അറപ്പില്ലാതെ ചേർന്നിരിക്കാൻ പഠിപ്പിച്ചപ്പോൾ അറിവിനൊപ്പം തുല്യതയും ആത്മാഭിമാനവും ചാവറയച്ചൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാലമായിരുന്നു അത്. വിശക്കുന്ന വയറിന് മുമ്പിൽ ആദ്യം വിളമ്പേണ്ടത് അറിവല്ല, ആഹാരമായിരിക്കണമെന്ന് ചാവറയച്ചന് നിർബന്ധമുണ്ടായിരുന്നു. പിടിയേരി സമ്പ്രദായത്തിലൂടെ സമാഹരിച്ച അരി ഉപയോഗിച്ച് സ്കൂളിൽ സൗജന്യ ഉച്ചഭക്ഷണം നടപ്പിലാക്കി. ഇന്നും കേരളത്തിലെ മാറിവരുന്ന ഗവൺമെന്റുകൾ അഭിമാനപൂർവ്വം തുടരുന്ന ഭരണ നേട്ടം സ്കൂളുകളിലെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ ആരംഭിക്കുന്നത് അവിടെയാണ്. 1864 ചാവറയച്ചൻ വികാരി ജനറലായിരിക്കെ സുപ്രധാനമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ നിർബന്ധമാക്കി. പള്ളികളോടൊപ്പം സ്കൂളുകൾ ആരംഭിച്ചതോടെ വിദ്യാഭ്യാസം സാർവത്രികമായി. അയിത്തം, അന്ധവിശ്വാസം, അനാചാരം എന്നു മാത്രം എഴുതാൻ കഴിയുമായിരുന്ന കേരള ചരിത്രത്തിലെ തന്നെ ഇരുളടഞ്ഞ ഒരു കാലത്തെയാണ് സുപ്രധാനമായ തീരുമാനത്തിലൂടെ നവോത്ഥാന കാലമെന്ന് ചാവറയച്ചൻ എന്ന നവോത്ഥാന നായകൻ മാറ്റിയെഴുതിയത്. 1868 ലെയോപോൾഡ് മിഷണറിയുമായി ചേർന്ന് കൂനമ്മാവിൽ ചാവറയച്ചൻ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ വിമോചനത്തിൻ്റെയും കേരളം മറക്കരുതാത്ത ആദ്യ ഏടാണത്. 1846 ചാവറയച്ചനാണ് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ പ്രസ് ആരംഭിച്ചത്. ഒരുപാട് പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളും പിൽക്കാലത്ത് പ്രചാരം നേടിയ നസ്രാണി ദീപികയും ഒക്കെ ആദ്യം അച്ചടിച്ചത് അവിടെയാണ്. കാവ്യരംഗത്തെ കുലപതി. മലയാള ഭാഷയിലെ ആദ്യ ഖണ്ഡകാവ്യം അനസ്താസിയായുടെ രക്തസാക്ഷിത്വം ചാവറയച്ചൻ രചിച്ചതാണ്. ചാവറയച്ചൻ എഴുതിയ ഇടയ നാടകങ്ങളാണ് കാലഗണന അനുസരിച്ച് കേരളത്തിന്റെ നാടക ചരിത്രത്തിലെ തന്നെ ആദ്യ അധ്യായം. ചാവറയച്ചന്റെ ഗ്രന്ഥമായ ഒരു നല്ല അപ്പന്റെ ചാവരുൾ കാലം എത്ര കഴിഞ്ഞാലും കാലിക പ്രസക്തമാണ്. സ്വാർത്ഥ താല്പര്യങ്ങളും കമ്പോള മനസ്ഥിതിയും ഡിജിറ്റൽ ആധുനികതയും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ജെൻസി തലമുറയോട് ജീവിത മൂല്യവും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സൂക്തങ്ങളാണവ. നല്ല അപ്പൻ തന്റെ ബന്ധുമിത്രാദികളെ കൂടപ്പിറപ്പുകളെ എന്ന അഭിസംബോധനയോടെ കുറിച്ചുവെച്ച സന്മാർഗിക ഉപദേശങ്ങളുടെ സമാഹാരമാണത്. കുടുംബ പ്രേക്ഷിതത്തിന്റെ മാഗ്ന കാട്ട എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിന്റെ പുനർവായനയും പരിശീലനവും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾക്ക് ഒരു ലേപനമാണ്. സമകാലിക കുടുംബങ്ങളിലേക്ക് വെളിച്ചം വീശേണ്ട ഒരു പ്രകാശ സ്രോതസ്സാണിത്. ജീവിത സമരത്തിന്റെ സമസ്ത ഭൂമികളിലും നേരിന്റെ നെഞ്ചൂക്കോടെ നിവർന്നു നിൽക്കുവാൻ ത്രാണി നൽകുന്ന മൃദുസഞ്ജീവനിയായ ചാവരുളിനെ നമുക്ക് നെഞ്ചിലേറ്റാം. ആത്മാവിന്റെ മേലൊപ്പുള്ള ജീവിതം. ജ്ഞാനഭക്തി കർമ്മമാർഗങ്ങളിലൂടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സമൃദ്ധിയിൽ ജീവിച്ച ചാവറയച്ചനെ ദൈവം അൾത്താരയിൽ വണങ്ങുവാൻ തിരുമനസ്സായി. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ
ചാവറയച്ചനെ വിശുദ്ധൻ എന്ന പേര് വിളിച്ചു. കേരള സഭയുടെ പൗരോഹിത്യ പുണ്യമായി ഉയർത്തി. സ്വർഗീയനാഥന്റെ പാദമുദ്രകളിലൂടെ നിരന്തരം വ്യത്യസ്തമായ കർമ്മങ്ങളിൽ മുഴുകിയിരുന്നെങ്കിലും നിരന്തരമായ സാധനയിലൂടെ ഈശ്വര സായുജ്യം നേടിയ ഒരു കർമ്മയോഗിയായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ. വിദ്യാഭ്യാസം, ആതുര സേവനം, സന്യാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമ്പർക്ക മാധ്യമങ്ങൾ തുടങ്ങി നാനാ തുറകളിൽ വിശുദ്ധ ചാവറയച്ചൻ കൊളുത്തിവെച്ച ചെറുനാളങ്ങൾ മഹാദീപങ്ങളായി പടർന്നു പന്തലിച്ച് പഞ്ചഭൂഖണ്ഡങ്ങളിലും ഇന്ന് വെളിച്ചം പ്രസരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറെ സംസാരിക്കാനുണ്ട്. വിസ്താര ഭയത്താൽ ചാവറയച്ചൻ്റെ ജീവിത ധ്യാന സല്ലാപങ്ങളിലൂടെയുള്ള പ്രയാണം സമാപിക്കുകയാണ്. ദൈവമേ, അങ്ങേ കാണാകേണം എന്ന പ്രാർത്ഥനാ സ്തുതികളായി നിർഗമിച്ച ചാവറയച്ചൻ്റെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദൈവേഷ്ടം നടക്കും, നടത്തും എന്ന തിരിച്ചറിവായിരിക്കണം നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അന്യന് ഉപകാരം ചെയ്യാത്ത ദിവസം ആയുസിൻ്റെ കണക്കിൽ പെടുകയില്ലെന്ന് പഠിപ്പിച്ച ചാവറ പിതാവിനോട് നമ്മുടെ ജീവിത നാൾ വഴികളിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ കഴിയണേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഫൗണ്ടേഴ്സ് ഡേയുടെ മംഗളങ്ങൾ നേരുന്നു. സ്വർഗീയനാഥൻ വിശുദ്ധ ചാവറയച്ചൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.